എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ലേയിലാണ് കേട്ടോ. നമ്മൾ ഇന്ന് പോകാൻ പോണത് കർത്തുങ്ക് ലേയിലേക്കാണ്. അപ്പം നമുക്ക് ഇന്നലെ ഒരു റൂം കിട്ടി. അപ്പോൾ ഇതാണ് കേട്ടോ റൂം കാര്യങ്ങളൊക്കെ സെറ്റാണ്. ടി വി കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ലഗേജ് കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ജാക്കറ്റ് ചാർജ് കുത്തിയിട്ടേക്കണേ ഫോൺ കേട്ടോ. അപ്പോൾ നല്ല കിടിലൻ റൂമാണ്. അപ്പോൾ ഇത് നമുക്ക് കിട്ടാൻ കാരണം ഡോളി എന്ന് പറയുന്നത് നമ്മളൊരു പോലീസ് ഒരു മേഡമുണ്ട് ലഡാക്ക് പോലീസിലാണ്. അപ്പോൾ അവരുടെ മോൻ്റെ ഉണ്ട് ഈ ഒരു ബിൽഡിങ്, അതായത് ഈ ഒരു ഹോട്ടൽ. അപ്പോൾ അവരുടെ കെയർ ഓഫിൽ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയ സ്ഥലം ഉണ്ടാകും. അപ്പോൾ നമ്മൾ ഏകദേശം ലേ മാർക്കറ്റിൻ്റെ അടുത്താണ്. അപ്പോൾ നമ്മളെന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങണം. ഇന്നലെ വീഡിയോയും കാര്യങ്ങളൊന്നും ഉണ്ടാകുന്നില്ല, കാരണം വേറൊന്നുമില്ല, ഇന്നലെ നമുക്ക് വ്ലോഗ് ചെയ്യാനുള്ള രീതിയിൽ നമ്മൾ അധികം ട്രാവൽ ചെയ്തില്ല. അപ്പോൾ ഇന്ന് നമ്മൾ റെസ്റ്റ് കാര്യങ്ങളൊക്കെ ഇരുന്നില്ല. അപ്പോൾ ഇന്ന് നമ്മൾ നേരെ പോകുന്നത് കർത്തുങ്കിലാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. കുറച്ച് ലേറ്റായി പോണ ബാക്കി വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ ഞാൻ പറയാട്ടോ. നമ്മളപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങണേട്ടാ. അപ്പോൾ ഇതിൻ്റെ ഓണറിനെ ഞാൻ പരിചയപ്പെടുത്തരാട്ടാ. ഹായ് ബ്രോ, വാട്ട്സ് യുവർ നെയിം? My name is Karma. Okay. You are from here? Yeah, I'm from Lok. How is your location? My location is at like Old Road. Yeah. In Leh, you can like it's nearby at market, like only 15 minutes from here. Okay. Yeah, it's a very good location. ഇതാണ്ട് ആളുടെ ഹോം സ്റ്റേയും കാര്യങ്ങളൊക്കെ അടിപൊളി. അപ്പോൾ നമ്മുടെ സൈക്കിള് കാര്യങ്ങളൊക്കെ ഞാൻ പാക്ക് ചെയ്തിട്ടുണ്ട്. ഇസ് യുവർ ഫാദർ? ആള് പോയിട്ടാ. അപ്പോൾ ഇത് അവൻ്റെ എന്താ ചെറിയ റൂം കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ അത്യാവശ്യം റൂം കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ റെൻറ്റഡ് ബൈക്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളെന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങണേണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മാർക്കറ്റിലേക്ക് പോകുന്ന റൂട്ട് കേട്ടോ. അപ്പോൾ എനിവേ ബ്രോ, താങ്ക് യു ഫോർ യുവർ ഹോസ്പിറ്റാലിറ്റി. ഓക്കെ, താങ്ക് യു. നമ്മൾ കർത്തുങ്കല റൂട്ട് പോണ വഴിക്ക് നമ്മളെ തിരിച്ച് വിളിച്ചിട്ട് വരി. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞില്ല, ആ മേട ഇവിടെ ഉണ്ട്. അപ്പോൾ അവരെന്നെ തിരിച്ച് വിളിച്ച് ചായ കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ അവരെ പരിചയപ്പെടുത്താട്ടോ. അപ്പോൾ അവരൊരു ചായ ഉണ്ടാക്കണേ. അപ്പോൾ എൻ്റെ വീടൊക്കെ കണ്ടില്ലേ, അടിപൊളി വീടാണ് കേട്ടോ. ഒരുപാട് ഇപ്പം എന്താ പറയുക, കൾച്ചർ ടൈപ്പ് പാത്രങ്ങൾ, പിന്നെ അതേപോലത്തെ ഡിസൈൻ ടിബറ്റൻ ഫ്ലാഗ്, പിന്നെ ദലൈലാമയുടെ ഫോട്ടോ, പിന്നെ ബുദ്ധ സ്റ്റാച്ചു, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാടുണ്ട് കേട്ടോ. അടിപൊളിയാണ്. ഇവരുടെ വീടാണ്. നമ്മൾ മറ്റേത് കണ്ടത് ഇവരുടെ റെൻറ്റഡ് ഹൗസ്, ഇത് ഇവരുടെ വീട് കാര്യങ്ങളൊക്കെ ഉണ്ടോ. അപ്പോൾ ഞാൻ അവരെ പരിചയപ്പെടുത്തരാം. അപ്പോൾ അവർ ചായ ഉണ്ടാക്കണേണ്ട. അപ്പോൾ ഹായ്, ഇതാണ് ഞാൻ പറഞ്ഞ ആൾ ഇന്നലെ പരിചയപ്പെട്ട. ഹായ്, ഹൗ ആർ യു? ഓക്കെ. അപ്പോൾ നമ്മൾ ആദ്യം പരിചയപ്പെട്ട ഇവൻ്റെ രണ്ടാമത്തെ മോനുണ്ടാ. ഒരു മോനും കൂടെ ഉണ്ട്. ആൾ ഇവിടെ ഇല്ല, മുംബൈയിൽ നാഗ്പൂർ എവിടെയാണ്. അപ്പോൾ അവിടെ പഠിച്ചിട്ടിരിക്കണേ. അപ്പോൾ ഇന്നലെ നമ്മൾ സംസാരിച്ച പുള്ളീനോടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു ചായയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാണ്ട്. അപ്പോൾ നമുക്കത് കുടിച്ചിട്ട് ഇവിടെ നിന്ന് പോവാട്ടാ. ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ ഹൗസ്. നല്ല അടിപൊളി ഇതാണ്ട. നമ്മുടെ സീറ്റിങ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇവർ ഇരിക്കണ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ എല്ലാം അടിപൊളിയാണ്. പിന്നെ അതേപോലെ പില്ലോ കവറിൻ്റെയൊക്കെ ഓരോ ഇതും കൊള്ളാം, അടിപൊളിയാണ്ടാ. എന്താ നമുക്കങ്ങനെ അതേ ബ്രെഡ് ഓംലേറ്റ് കൊണ്ടുവന്ന് പറഞ്ഞിട്ടാ. അപ്പോൾ ചായ അവിടെ ഉണ്ടാക്കണേ. वेलकम खतक है हमारे यहाँ के, बहुत मानते हैं इसको. जब भी कोई मेहमान घर पे आते हैं उनको वेलकम करते हैं. ओके, वेलकम होम. ये आप लगा के जाना. ये बहुत ही अच्छा होता है, शुभ होता है जब आप जा रहे हो ना कहीं. അപ്പോൾ ഇത് നമുക്ക് ഒരു വെൽക്കം, ഇവന്റെ ഒരു വിശ്വാസപ്രകാരം നമ്മൾ വെൽക്കം ചെയ്യണം. ഹായ് സാർ, ഓ ഞാൻ ഫുൻസോ, അതായത് ഈ മേഡത്തിന്റെ ഹസ്ബൻഡാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നലെ പരിചയപ്പെട്ടാണ്. ഹോട്ടൽ കാ മാലിക്. അപ്പൊ ഇതൊക്കെ ഇതിട്ടുണ്ട് പോയി കഴിഞ്ഞാൽ നല്ല ആട്ടാ ഇവര് പറയണ. അപ്പൊ എന്തായാലും താങ്ക് യു. അപ്പൊ ഇവരോട് യാത്രയൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങിട്ടാ. അപ്പൊ ഇതാട്ട് ഇവരുടെ ഹോം സ്റ്റേ കാര്യങ്ങളൊക്കെ. ഞാൻ അപ്പോൾ ഇവരുടെ നമ്പറും കാര്യങ്ങളും കൊടുത്തേക്കാം. നല്ല സർവീസാണ്. കാരണം നമുക്ക് ഫ്രീ ആയിട്ട് തന്നതുകൊണ്ടല്ല, ഇവർ നമ്മളെ വെൽക്കം ചെയ്തതും നമുക്ക് തന്ന സ്നേഹവും കാര്യങ്ങളെല്ലാം പുറത്താട്ടാ നമ്മൾ ഇതാക്കണം. അടിപൊളിയാണ്. അപ്പോൾ ഇവിടെയാണ് ഇവർ താമസിക്കണം. അപ്പോൾ നമ്മുടെ സൈക്കിൾ കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ അതേപോലെ തന്നെ റെൻറ്റഡ് ബൈക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇവരുടെ കോൺടാക്റ്റും കാര്യങ്ങളും കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങാം. നേരെ കർത്തുങ്കില ഇതും കെട്ടിക്കൊണ്ട് നമ്മൾ പോകണം കേട്ടാ. നമ്മളങ്ങനെ കർത്തുങ്കില കയറുന്ന റൂട്ട് എത്തിയേട്ടാ. ഇതാണ് കർത്തുങ്കില കയറുന്ന. വേറെ റൂട്ടുണ്ട്, ഇപ്പുറത്തൂടെ കട്ട് ചെയ്യാട്ടാ. ഇനിയാണ് നമ്മുടെ ടാസ്ക് സ്റ്റാർട്ട് ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ
ഇതില്ലേ ഇത് ഞാൻ എന്തായാലും ഇന്ന് ഫുള്ള് കെട്ടാൻ പോകണേണ്ട. കാരണം അവർ ഇന്ന് എന്നോട് പറഞ്ഞത് ഫുള്ള് കെട്ടണം. അവരുടെ ഒരു സന്തോഷം കൂടി കേട്ടോ. അവർ ഭയങ്കര അടിപൊളി മനുഷ്യരാണ് കേട്ടോ. കാരണം ആ ഒരു മേഡം അവരുടെ ഒരു മോനെ പോലെയാണ് നമ്മളെ കണ്ടത്. നമ്മളെ ഇനി പോകുമ്പോൾ ഇങ്ങനെ പോയി ഇങ്ങനെ കറങ്ങിയത് ആ വണ്ടിയൊക്കെ പോകണുണ്ട് അറ്റത്ത്. അവിടെ കൂടി അങ്ങനെ വേണം കേട്ടോ കറുത്തുമുലയിലേക്ക് കയറാൻ. നമ്മുടെ കയറ്റം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് നേരം കേട്ടോ. ഇനി കയറി തുടങ്ങണം. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം, മുന്നോട്ട് പോകട്ടോ. നമ്മളങ്ങനെ കറുത്തുമുല പാസ് കയറി തുടങ്ങി കേട്ടോ. അപ്പോൾ ഇങ്ങോട്ട് നോക്കുമ്പോൾ അത്യാവശ്യം വീടും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇത് ലേ ടൗണാണ്. സംസാരിക്കാൻ പറ്റില്ല. പിന്നെ ആ ഒരു മലയിൽ മഞ്ഞ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ ഇനി അങ്ങാടേക്ക് വല്ലതും പോകണമെന്നൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ കയറി അങ്ങനെ വന്നു. യുവർ സൈലൻസ് വിസ്പേഴ്സ് ക്യാൻ മൂവ് ആൻ മൗണ്ടൻ. ഇതൊക്കെ BR റോഡ് ഇത് അവർ വെച്ചേക്കണേ ഉണ്ടാ. അപ്പോൾ നമ്മുടെ സൈക്കിൾ നോക്കി അത്യാവശ്യം ലഗേജ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താവുമെന്ന് എനിക്കറിയില്ല. ഇനി എങ്ങനെ കറുത്തുമുലയിൽ കയറണം. ഇനി ഏകദേശം 36 കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ കുറച്ച് റൈഡേഴ്സ് കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. മഹാരാഷ്ട്ര ഉണ്ട്. ഇപ്പോൾ കുറച്ച് വണ്ടികൾ പോയായിരുന്നു ഉണ്ടല്ലേ മഹാരാഷ്ട്ര. സത്യം പറഞ്ഞാൽ ഞാനൊക്കെ ഇതൊക്കെ ആഗ്രഹിക്കുന്ന ഒരു റൈഡാണ് കേട്ടോ. ജീവിതത്തിൽ എൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നം കേട്ടോ ഇപ്പോൾ ഇവരൊക്കെ പോകണല്ലേ. ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു ഫീലായിപ്പോയി. കാരണം നമ്മുടെയൊക്കെ ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന റൈഡാണ് കേട്ടോ എൻ്റെ ഒരു ബൈക്ക് റൈഡ്. സത്യം പറഞ്ഞാൽ എൻ്റെ സൈക്കിൾ എന്നൊക്കെ ഉള്ളത് ഏകദേശം 1 മാസം കൊണ്ടെടുത്ത പ്ലാനായിരുന്നു കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നത്. പിന്നെ നമുക്ക് മുന്നോട്ട് പോകട്ടെ. അപ്പോൾ നേരെയാണ് പോകേണ്ടത്. നമുക്ക് എന്തായാലും കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വ്ളോഗ് ഇട്ടതാണ്. നമ്മുടെ 2 ദിവസം നമ്മളെടുത്ത് കറുത്തുമുല കയറാം. 2 ദിവസത്തെ വ്ളോഗ് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്ത ആൾക്കാരൊന്ന് കണ്ടു നോക്കുക. നമ്മുടെ ചാനലുണ്ട്, ഞാൻ ലിങ്ക് വേണമെങ്കിൽ കൊടുത്തേക്കാം ഡിസ്ക്രിപ്ഷനിൽ. പിന്നെ നമ്മൾ ഇന്നത്തെ പ്ലാൻ എനിക്കറിയില്ല. ചിലപ്പോൾ ഞാൻ പകുതി വരെ പോകും, ബാക്കി ഞാൻ ചിലപ്പോൾ വണ്ടി കയറ്റി വിടും അങ്ങനെ വിചാരിച്ചിരിക്കണം. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഫുള്ള് നമ്മൾ കയറിയതാണ്. അതെനിക്ക് ഭയങ്കര രീതിയിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തതാണ് കേട്ടോ. നോക്കട്ടെ. അപ്പോൾ എന്തായാലും നമുക്ക് മാക്സിമം മുന്നോട്ട് പോവാം. അപ്പോൾ പിന്നെ വന്ന വഴിക്ക് ഇവരുടെ ഒരു അമ്പലമുണ്ട് കേട്ടോ. ചെറിയൊരു അമ്പലമാണ്. ടിബറ്റൻ ഫ്ലാഗൊക്കെ ഇഷ്ടംമാതിരി ഇങ്ങനെ കിട്ടിയിരുന്നു കേട്ടോ. ഇവരുടെ മെയിൻ അതായത് ഇത് ഫുള്ള് മന്ത്രങ്ങളാണ്. ഈ ടിബറ്റൻ ഫ്ലാഗ് മൊത്തം മന്ത്രങ്ങളാണ്. അപ്പോൾ അത് ഇവരുടെ വിശ്വാസപ്രകാരം ഇവിടെ എല്ലായിടത്തും ഉണ്ട്. ഇവരുടെ വീടുകളിലായിക്കോട്ടെ, കടകളായിക്കോട്ടെ, വണ്ടികൾ വരെ ആയിക്കോട്ടെ, എല്ലാത്തിലും ഉണ്ട്. അപ്പോൾ ഇതൊരു അമ്പലമാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ജസ്റ്റ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ വ്ളോഗ് എടുത്ത് നോക്കിയാൽ മതി, അതിലുണ്ട് എല്ലാം. അപ്പോൾ നമ്മൾ പോയ റൂട്ടും എല്ലാം ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മളെ അവസ്ഥ എല്ലാം ഞാൻ അതിൽ പറഞ്ഞിട്ട്. നമ്മൾ പോകണ ഇങ്ങനെ റൂട്ടാണ് കേട്ടോ. അവിടെ ഒരു ബുദ്ധൻ്റെ സ്റ്റാച്ചു എന്തോ വെച്ചിട്ടുണ്ട് കേട്ടോ, ഒരു ഗോൾഡൻ കളറിൽ. അപ്പോൾ എനിക്കറിയില്ല, നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം. ഹൈ ആൾട്ടിറ്റ്യൂഡ് 1982 കറുത്തുമുല. അപ്പോൾ കറുത്തുമുലയിലേക്ക് പോകണമെങ്കിലുള്ള പെട്രോൾ പമ്പാണ് കേട്ടോ ഈ കാണാം. HP സംസാരിക്കാൻ പറ്റുള്ള, ശ്വാസം കിട്ടുള്ള ഇഷ്ടംമാതിരി റൈഡേഴ്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇവർക്കെല്ലാം റെൻ്റ് എടുത്ത വണ്ടിയാണ്. പിന്നെ ഇവിടെ ഒരു ചെക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും വെള്ളം നിറച്ചിട്ട് പോകാം ഇവിടുന്ന്. അതായത് ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നേരെ പോകണമെങ്കിൽ ഒരു ചെറിയൊരു ചെക്ക് പോസ്റ്റും കൂടെ ഉണ്ട്. കാരണം അവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് പെർമിറ്റ് കാര്യങ്ങളൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ വന്നോയ്ക്ക് എന്നോട് ആൾ ചോദിച്ച് പെർമിറ്റ് ഉണ്ടാകുന്ന പറയാൻ പെർമിറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്യാനുണ്ട്. ഏകദേശം 500 മീറ്റർ കഴിഞ്ഞാലാണെന്നാണ് കേട്ടോ പറഞ്ഞാൽ. ബൈക്ക് റൈഡേഴ്സൊക്കെ പോകുന്നത് സത്യം പറഞ്ഞിട്ടല്ല കൊതി പോകുന്നുണ്ട് കേട്ടോ. കാരണം നമ്മുടെ ഒരു ആഗ്രഹം പറഞ്ഞത് അതൊക്കെ അറിയില്ല, എന്തെങ്കിലും ഇൻഷാല്ലാ എന്തെങ്കിലും നമ്മളത് നേടിയെടുക്കും. അപ്പോൾ അതേ ഇതാണ് റൂട്ട്. പിന്നെ ആ പോകണമെങ്കിൽ അവിടെ ഒരു ബുദ്ധൻ്റെ സ്റ്റാച്ചു ഉണ്ട് കേട്ടോ. നമുക്ക് പറ്റുമെങ്കിൽ പോകണമെങ്കിൽ അങ്ങനെ ഞാൻ ഓർക്കുള്ള കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് കാണാൻ പറ്റിയാന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങനെ പോകണമെങ്കിൽ കയറാൻ പറ്റുമെങ്കിൽ നോക്കാം കേട്ടോ. അപ്പോൾ മിക്കവാറും ഞാൻ ഇവിടെ നിന്ന് വണ്ടി കയറ്റി വിടും, അങ്ങനെയാണ് പ്ലാൻ ഇട്ടത്. എനിക്ക് ഇനി കുറച്ച് സ്ഥലങ്ങൾ അവിടെ നിന്ന് പോകാനുണ്ട്. അത് നമ്മൾ എന്തായാലും സൈക്കിൾ വിട്ട് തന്നെ പോകണുള്ളൂ. അപ്പോൾ കറുത്തുമുല ഒരു പ്രാവശ്യം നമ്മൾ 2 ദിവസം എടുത്തിട്ടാണ് നമ്മൾ കറുത്തുമുല കയറിയത്. അല്ല, എനിക്ക് എൻ്റെ ഒരു ഇത് വെച്ച് ഞാൻ പറഞ്ഞിട്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയാം 2 ദിവസം എടുത്ത് ഞാൻ. കാരണം ബാക്കിയുള്ളവർ ചിലപ്പോൾ 1 ദിവസം കൊണ്ട് കയറിയിട്ടുണ്ടാവും. ഒന്നാമത്തെ കേസ് നമ്മുടെ സൈക്കിളിലെ കണ്ടീഷൻ അത്രയ്ക്ക് നല്ലതല്ല. ഒന്നാമത്തെ കേസ് ഇത് നമുക്ക് മൗണ്ടെയിൻ സൈക്കിളാണ്. അതേപോലെ തന്നെ നമുക്ക് ഹൈബ്രിഡ് അല്ല, നമുക്ക് പെട്ടെന്ന് അങ്ങനെ ചവിട്ടി പോകാൻ പറ്റില്ല. പിന്നെ അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. 1 ദിവസം കൊണ്ട് കയറിയ ആൾക്കാരൊക്കെ ഉണ്ടാവും. പക്ഷേ അവരെയൊക്കെ സമ്മതിക്കണം കേട്ടോ, ഗ്രേറ്റാണ്. അപ്പോൾ എന്തായാലും നമുക്ക് മുന്നോട്ട് പോവാം. അപ്പോൾ പോണ ഈ കാഴ്ചകൾ കാണാം. നല്ല രീതിയിൽ ചത്തട്ടാ.
കാരണം നമ്മൾ ഒരിക്കലും ഹൈ ഓൾട്ടിറ്റ്യൂഡിൽ ഒരുപാട് കഷ്ടപ്പെടരുത്. കാരണം പയ്യെ പയ്യെ കയറിയാൽ മതി കേട്ടോ. കാരണം അല്ലെങ്കിൽ നമ്മൾ ബോഡി വീക്കാവും. ഒന്നാമത്തെ ഓക്സിജൻ്റെ കുറവുണ്ട്. പിന്നെ അതേപോലെ ആ മലയിൽ കണ്ടില്ലേ മഞ്ഞാണ് കേട്ടോ. അവിടെ അടിപൊളിയായിട്ട് മഞ്ഞ് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ അവിടെ അടിയിലൊരു ചെക്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉണ്ടോ. അപ്പോൾ ഒന്നല്ലെങ്കിൽ പെർമിറ്റ് നിങ്ങൾക്ക് വന്നെങ്കിൽ അവിടെ നിന്ന് എടുക്കാം, അല്ലെങ്കിൽ ഓൺലൈനായിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ പെർമിറ്റ് ചെക്ക് ചെയ്യണ സ്ഥലമുണ്ട് അവിടെ. അപ്പം ഇനി പോകണ വഴിക്ക് ഒരു ആർമിയുടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ പോലീസിൻ്റെയും ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടെ നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്യണം. എന്നിട്ട് വേണം നമുക്ക് അങ്ങോട്ട് കയറാൻ. അപ്പോൾ അത് ഇനി കുറേ ദൂരമുണ്ട്. നമുക്ക് എന്തായാലും പോവാട്ടോ. പയ്യെ റെസ്റ്റ് എടുത്ത് പോകാനുള്ളൂ. പിന്നെ നിങ്ങൾ ഇവിടെ വന്നെയാണെങ്കിൽ ലേ ലഡാക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ 2 ദിവസമെങ്കിലും റെസ്റ്റ് എടുത്തിട്ട് വേണം ബാക്കി ആക്ടിവിറ്റീസ് കാര്യങ്ങൾ ചെയ്യാൻ. കാരണം നമ്മുടെ ബോഡി ഇവിടുത്തെ ഒരു ക്ലൈമറ്റായിട്ട് അറ്റാച്ച് ആകണം. എന്നാൽ മാത്രമേ നമുക്ക് വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാകാതിരിക്കുള്ളൂ. പിന്നെ അതേപോലെ തന്നെ നല്ല രീതിയിൽ വെള്ളം കുടിക്കണം. വെള്ളം നല്ലോണം മാക്സിമം കുടിക്കണം. പിന്നെ അതേപോലെ അല്ലെങ്കിൽ തലവേദന കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ അതേപോലെ തന്നെ ഡൈമോക്സ്, അതായത് ഒരു ടാബ്ലറ്റാണ്, അതും നിങ്ങൾ യൂസ് ചെയ്യണം. അപ്പോൾ അത് ഏകദേശം ഒരു ദിവസം 24 മണിക്കൂർ മുമ്പ് എന്തോ കഴിച്ചാൽ മതി. അപ്പോൾ 2 നേരം എന്തോ കഴിക്കണമെന്നാണ്. എനിക്ക് ഹാർട്ട് ഡീറ്റെയിൽ അതിൻ്റെ അറിയില്ല. അങ്ങനെ എന്തോ ആണ് 2 നേരം കഴിക്കണം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ജസ്റ്റ് നമ്മൾ എടുക്കുമ്പോൾ അവർ ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ടാവും. അതായത് ഓൺലൈനായിട്ടാണ് നിങ്ങൾ എടുക്കണമെങ്കിൽ അതിൽ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് നിങ്ങൾ എന്തൊക്കെ ചെയ്യണം ഇവിടെ വന്നിട്ട് അതെല്ലാം അവരത് കൊടുത്തിട്ടുണ്ട് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ഞാനത് കണ്ടിട്ടാണ് കൂടുതലും മനസ്സിലാക്കിയത്. പിന്നെ അല്ലാണ്ട് കുറേ ആളുകളുടെ വീഡിയോസും കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് പോകാനുള്ള റൂട്ട്. എന്തായാലും നമുക്ക് പയ്യെ പോകാട്ടോ. നമ്മുടെ കയ്യിൽ കുറേ സാധനങ്ങളുണ്ട് കഴിക്കാൻ. അതായത് ഇന്നലെ ആർമി ക്യാൻറ്റീനിൽ പോയപ്പോൾ അവിടെ ഒരു മലയാളി ഓഫീസർ മേടിച്ച് തന്നേട്ടാ. ആ പുള്ളി കുറേ സാധനങ്ങൾ മേടിച്ച് തന്നിട്ടുണ്ട് കേട്ടോ. കാരണം നല്ല വിശപ്പുണ്ട് കയറി തുടങ്ങുന്നതനുസരിച്ച്. അപ്പോൾ കുറച്ച് കഴിച്ച് പോയി നോക്കാം. പിന്നെ അതേപോലെ തന്നെ വേസ്റ്റ് കാര്യങ്ങളൊന്നും നമ്മൾ ഇവിടെ ഇടാനുള്ള നമ്മൾ സേവ് ചെയ്ത് ഇങ്ങനെ ഈ കവറിൻ്റെ ഉള്ളിൽ തന്നെ വെച്ചിട്ട് പോകണം. എനിക്ക് എവിടെയെങ്കിലും വേസ്റ്റ് ബിൻ കാണുമ്പോൾ അവിടെ ഇട്ടാണ്ട് പോകണം. അല്ലാണ്ട് നമ്മൾ ഒരിക്കലും പുറത്തൊന്നും എറിഞ്ഞ് കളയാനുള്ള. അപ്പോൾ എന്തായാലും ഈ ഒരു റൂട്ടാണ് പോകുന്നത്. BR റോഡ് ഉണ്ടോ വരി. അപ്പോൾ നമ്മൾ ടിപ്പർ പോകണുണ്ടല്ലേ മേളിൽ കൂടെ, ആ റൂട്ടാണ്ട് പോകണം. അത്യാവശ്യം നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ അവിടെ ഒരു BR റോഡ് ഒരു ഇതുണ്ട് കേട്ടോ. എന്താണ് ക്യാമ്പുണ്ട്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ അവിടെ സൈക്കിൾ വെച്ചിട്ടാണ് നമ്മൾ പോയത്. ഞാനതിപ്പോഴും ഓർക്കാണ്ട്. പിന്നെ അതേപോലെ തന്നെ ആ ഒരു ഇങ്ങനെ കയറി മേലൊക്കെ ഇങ്ങനെ അതാണ്ട കർത്തുങ്കലയിലേക്ക് പോകേണ്ട റൂട്ട്. അടിപൊളിയാണ്. നിങ്ങളുടെ എക്സ്പീരിയൻസുകളൊക്കെ നിങ്ങളൊന്ന് ഷെയർ ചെയ്യാട്ടോ. അതേപോലെ നിങ്ങൾ കർത്തുങ്കല പാസ് കയറിയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യുക. എങ്ങനെയാണ് നിങ്ങളുടെ അവസ്ഥ? ഇഷ്ടംമാതിരി റൈഡേഴ്സ് പോകണ്ടേട്ടാ. സത്യം പറഞ്ഞാൽ ഭയങ്കര കൊതിയായിട്ട് കണ്ടിട്ട് തോന്നണം. അതെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ആഗ്രഹമാണ് അവരിപ്പോഴും ചെയ്യണത്. അപ്പോൾ അത് കണ്ടിട്ട് എന്താണ് നമുക്കത് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന്. പക്ഷേ ഞാൻ ഹാപ്പിയാണ് ഇപ്പോൾ എൻ്റെ ഈ സൈക്ലിങ്ങിൽ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് പയ്യെ റെസ്റ്റ് എടുത്ത് പോകാട്ടോ. ഞാനിപ്പോൾ നിൽക്കേണ്ടത് കറക്റ്റ് 13,000 ഫീറ്റിലാട്ടോ. അതായത് നമ്മുടെ സൈക്കിൾ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ ടിബറ്റൻ ഫ്ലാഗ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട് ആൾട്ടിറ്റ്യൂഡ് 13,000 ഫീറ്റ്. അപ്പോൾ നമ്മൾ ഇവിടെ ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി കേട്ടോ. കാരണം ഫുള്ള് ടിബറ്റൻ ഫ്ലാഗാണ്, അതായത് മന്ത്രങ്ങളാണ് ടിബറ്റ്. പിന്നെ അവിടെ ഒരു ബുദ്ധൻ്റെ സ്റ്റാച്ചു ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഈ റൂട്ടല്ല, വേറെ ഏതോ റൂട്ടാണ് കേട്ടോ. കാരണം നമുക്ക് ഇവിടെ നിന്ന് എങ്ങനെയും പോകാൻ പറ്റില്ല. തിരിച്ച് റിട്ടേൺ പോയിട്ട് വേണം. വേറെ റൂട്ട് എന്തോ ഉണ്ട്. അവിടെ വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടില്ലേ, വേറെ റൂട്ട് അടിയിൽ കൂടെ പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് പയ്യെ കയറാട്ടോ മുന്നോട്ട്. തണുപ്പ് കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ചെറിയ കാറ്റടിക്കുമ്പോൾ തണുപ്പ് കാര്യങ്ങൾ ചെറുതായിട്ട് നമുക്ക് ഫീൽ ചെയ്യണ്ട കേട്ടോ. നമ്മൾ അവസാനം ഒരു വണ്ടിയിൽ കയറ്റിയേട്ടാ. അവരെ എൻ്റെ സൈക്കിൾ ഒരു കണക്കിന് ഇങ്ങനെ കയറ്റി ഇട്ടാക്കിയിട്ട് ചെറുതായിട്ട് ലൂസായിട്ടൊക്കെ കുഴപ്പമില്ല. ഭയങ്കര പൊടിയാട്ടുണ്ട്. റോഡ് കുറച്ച് മോശമാണ്. അപ്പൊ ഇവര് നേരെ നുപ്രാവാലിയിലേക്കാണ്ട പോണ. അപ്പൊ അതിനോട് ചോദിച്ചു നുപ്രാവാലി ഇറക്കണം ചെയ്യാൻ വേണ്ടി ഞാൻ നുപ്രാവാലി പയ്യാൻ പോണം. ഞാനപ്പ നേരെ കർത്തുങ്കിലെന്ന് പയ്യാണ്ട മുന്നോട്ട് പോകണം. എന്തായാലും കർത്തുങ്കില നമുക്കൊന്ന് കയറി കിട്ടിയാൽ മതി. ബാക്കി എന്തായാലും നമുക്ക് പയ്യെ പോവാട്ടോ. നിങ്ങൾ ഈ കാണതേ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്ന റോഡാണ് കേട്ടോ. റോഡ് അവസ്ഥ നോക്കി നല്ല കിട്ടില്ല റോഡാണ് കേട്ടോ. പ്രാവശ്യത്തെ റോഡ് നോക്കി എനിക്കൊന്നും ഇവിടെ എന്തോ ലാൻഡ് സ്ലൈഡ് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നട്ടോ. അതാണ് റോഡിന്റെ അവസ്ഥ. ഇതില്ലേ പരിതാപകരമാണ്.
കാരണം നല്ല പൊടിയാണ്. നമ്മള് കഴിഞ്ഞ പ്രാവശ്യത്തെ അങ്ങനത്തെ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്ക്. കാരണം അതിന് നല്ല റോഡായിരുന്നട്ടോ. നമ്മൾ അടിപൊളിയായിട്ടാണ് നമ്മൾ വന്നത്. പക്ഷെ ഇപ്രാവശ്യം റോഡ് ഭയങ്കര മോശം കേട്ടോ. ഹായ്. അപ്പൊ ഇവര് നമുക്ക് ചായയൊക്കെ തന്നിട്ടാ. ഞാനിപ്പോ ഉള്ളത് നമ്മളെല്ലാവരുടെയും റൈഡേഴ്സിൻ്റെയൊക്കെ പ്രിയപ്പെട്ട സ്ഥലമായ, അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും ഹയസ്റ്റ് സെക്കൻഡബിൾ മോട്ടറബിൾ പാസ്സായ കർത്തുങ്കുല പാസിലാണ് എനിക്ക് സംസാരിക്കാൻ പോലും പറ്റുള്ള. ഞാൻ കുറച്ചൊക്കെ വണ്ടിയിലാണ് വന്നത്, കുറച്ചധികം ദൂരം. കാരണം കഴിഞ്ഞ നമുക്കിനി കുറച്ചധികം ദൂരം പോകാനുണ്ട്. അപ്പോൾ നമ്മുടെ സൈക്കിൾ ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ കർത്തുങ്കുലയിൽ ഒരു ചായ കുടിക്കാൻ പോകണേട്ടാ. ഒക്കെ സെറ്റാണ്. കാരണം ഇതൊക്കെ ഒരു പിന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഈ കടകൾ കാര്യങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. ആകെ അവിടെ ഒരു കഫേ മാത്രമേ ഉണ്ടാകുന്നുള്ളൂ കേട്ടോ. പിന്നെ ഇതൊക്കെ ഉണ്ട്, അതൊക്കെ ആർമിയുടെ ഇതാണ് കേട്ടോ. അങ്ങനെ കർത്തുങ്കുലയിൽ വന്നിട്ട് നമ്മളൊരു ചായ കുടിക്കണേട്ടാ. സെറ്റാണ്. അതായത് 17,982 ഫീറ്റാണ് കേട്ടോ നമ്മളിപ്പോൾ കയറിയിരിക്കുന്നത് കേട്ടോ. കാരണം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നതാണ് കർത്തുങ്കുല. ഇവിടെ ഇഷ്ടംമാതിരി ഉണ്ട്. പിന്നെ അതേപോലെ ഇന്ത്യയുടെ ഫ്ലാഗ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇതൊന്നും ഉണ്ടാകുന്നില്ല, ഈ പറഞ്ഞ പോലെ കഫേ കാര്യങ്ങളൊന്നും ഉണ്ടാകുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഈ ചായ ഒന്ന് കുടിച്ചേട്ടെ. കുറച്ച് ബ്രീത്തിങ്ങിൻ്റെ പ്രോബ്ലം ഉണ്ട്, എന്തായാലും നമുക്ക് സെറ്റാക്കാം. അതേപോലെ ഇഷ്ടംമാതിരി ബൈക്ക് റൈഡേഴ്സ് ഉണ്ടാകുന്നിട്ട് ഇവിടെ. പിന്നെ നമ്മൾ ചായ കുടിച്ചേട്ടാ. അപ്പോൾ കുറച്ച് പേരൊക്കെ വന്ന് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്ത് സെറ്റാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഉണ്ടല്ലോ ഇവിടെ ഫുള്ള്, അതായത് ഈ റൂട്ട് ഇവിടെ നമ്മൾ നിൽക്കുമല്ല, ഇവിടെ ഫുള്ള് മഞ്ഞ് കാര്യങ്ങളൊക്കെ ഉണ്ടാ. കാരണം നമ്മൾക്ക് ഒട്ടും പറ്റാത്തതില്ല. എൻ്റെ മുഖമൊക്കെ ഫുള്ള് ഫ്രീസായി അങ്ങനത്തെ അവസ്ഥ. പിന്നെ അവിടെ കുറച്ച് മഞ്ഞ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെയൊക്കെ ഫുള്ള് മഞ്ഞാറ്. അതായത് നമുക്ക് അങ്ങാടേക്ക് പോകാനേ പോലും പറ്റൂല, അവിടെ ക്ലോസ് ചെയ്തിട്ടേക്കായിരുന്നു. കാരണം അടിപൊളിയാണ്. നിങ്ങൾ റൈഡ് പ്ലാൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇറങ്ങിക്കോട്ടെ. നല്ല ടൈമാണ്. കർത്തുങ്കുലയിലൊക്കെ വരാൻ പറ്റിയ നല്ല ബെസ്റ്റ് ടൈമാണ്. എന്തായാലും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ട്രിപ്പാണ് കേട്ടോ, റോഡ് ട്രിപ്പ്. ഹായ്, നമ്മളിവിടെ വെച്ച് പറയാം. ഹായ്, വാട്ട്സ് യുവർ നെയിം? Myself Piali. Piali, hi. Yeah, hi bro, what's your name? അഭിഷേക്. ഓക്കെ. അതവിടെ ഫോട്ടോ എടുക്കുന്ന തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവർ സിലിഗുഡിയിൽ നിന്നാണ് വന്നേക്കണം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടെ വെച്ച് കണ്ട് പരിചയപ്പെട്ടേട്ടാ. അപ്പം നമ്മുടെ സൈക്കിൾ കാര്യങ്ങളൊക്കെ അവിടെയുണ്ട്. അപ്പോൾ എന്തായാലും ഒരു കിടില മൂവ്മെൻ്റാണ്. കാരണം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എന്തായാലും എക്സ്പീരിയൻസ് ചെയ്ത ഒരു മൂവ്മെൻറ്റാണിത്. എന്തായാലും ദ മൈറ്റി കർത്തുങ്കുല, വേൾഡ് ഹയസ്റ്റ് സെക്കൻഡബിൾ മോട്ടബിൾ പാസ്. ശരിക്കും ബ്രീത്തിങ്ങിൻ്റെ കുറച്ച് പ്രോബ്ലം ഉണ്ടാകുന്നു. ഇപ്പോൾ കുഴപ്പമില്ല, അങ്ങനെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പോവാം. അപ്പോൾ അതേ എൻ്റെ സൈക്കിളിൻ്റെ അവിടെ കുറച്ച് ചുറ്റിപ്പറ്റി കിടപ്പുണ്ട്, എന്താണെന്ന് അറിയില്ല. സെറ്റാണ്ട്. ഇതൊക്കെ ആർമിയുടെ എന്തോ കൺട്രോളിലുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ. അപ്പോൾ ഇവരൊന്ന് ഫോട്ടോ എടുത്ത് കഴിയട്ടെ, എന്നിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാം. ഇഷ്ടംമാതിരി ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പോൾ ഹായ് ബ്രോ, പാലക്കാട്. എന്ന് പേരെങ്ങനെ? സതീഷ് അല്ലേ? ഉമ്മാരിപ്പോൾ കുറേ നേരം ഇപ്പം ലാഗാക്കാന്ന് വേണ്ടി എത്ര നേരം എന്നറിയാമോ ഫോട്ടോ എടുക്കാൻ. ഇപ്പോൾ ഒരാൾ വണ്ടി എടുത്തോണ്ടിരിക്കാൻ. ഇഷ്ടംമാതിരി മലയാളികളുണ്ട്. നമ്മളിപ്പോൾ അന്വേഷിക്കും ഒരുപാട് പേരെ കണ്ട്. ഇപ്പോൾ ഒരാൾ यूर फ्रॉम यूपी? अच्छा, यूपी टू लद्दाख. तो हाय ब्रो, नाम क्या है आपका? परम गुप्ता. ओ, कैसे हो आप? बढ़िया. हाउ इज द ट्रिप जर्नी आपका? बुलंदशहर टू लद्दाख. या जा रही है. हाउ इज द एक्सपीरियंस? मजा आ रहा है, बहुत मजा आ रहा है अभी तक. या आगे भी मजा आएगा. या കാർത്തുങ്കുല പਹੁंच चुके भाई. ഓ, ആളങ്ങനെ നമ്മുടെ സ്പ്ലെൻഡറിലാണ് കേട്ടോ കർത്തുങ്കുല വന്നേക്കണ. ഓ, അത് വല്ലാത്തൊരു അംഗീകാരം തന്നെയാണ് കേട്ടോ. കാരണം സ്പ്ലെൻഡറിലെ കർത്തുങ്കുല ബ്രോ, യു ആർ ഗുഡ്, വെരി നൈസ്. കാരണം എല്ലാവരും ഹിമാലയൻ അങ്ങനെ അത്യാവശ്യം നല്ല നല്ല ബൈക്കിലാണ്ട് വന്നേക്കണം. പക്ഷേ ഇത് നല്ല ബൈക്കാണ്, പടക്കുതിരയാണ്. സ്പ്ലെൻഡർ എന്ന് പറഞ്ഞാൽ സെറ്റാണ് കേട്ടോ. പക്ഷേ ഇതിലൊക്കെ ഒരാൾ വന്നതിനൊക്കെ ആളിൽ കുറവാണ് കേട്ടോ. എന്നാലും പുള്ളി ആ ഒരു മൈൻഡിൽ പുള്ളി കയറ്റിയല്ല, അത് പുള്ളീനെ സമ്മതിക്കണം കേട്ടോ. കാരണം 17,000 അടിയാണ് പുള്ളി കയറ്റിയേക്കുന്നത്. അതായത് 17,982 ഫീറ്റാണ് പുള്ളി കയറ്റിയേക്കണം. അതേപോലെ ഇഷ്ടംമാതിരി ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ ഇവരൊന്ന് ഒഴിഞ്ഞിട്ട് വേണം നമുക്ക് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ടാ. അങ്ങനെ ഫൈനലി നമ്മൾ കർത്തുങ്കുല പാസ് രണ്ടാമത് കയറിയിരിക്കുകയാണ്. അതൊരു വല്ലാത്തൊരു സന്തോഷം തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സൈക്കിളിനെ അവിടെ ജസ്റ്റ് ഒതുക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതൊന്ന് മാറിക്കാനായിട്ട് നമുക്കൊരു ഫോട്ടോ എടുക്കാം, ഒരു വീഡിയോ എടുക്കണം. അങ്ങനെ നമ്മൾ കർത്തുങ്കുല പാസിനോട് യാത്രയൊക്കെ വന്നിട്ട് നുബ്ര റൂട്ട് പോകണേണ്ട. ശ്വാസത്തിന് കുറച്ച് പ്രശ്നമുണ്ട്. ഹായ്.
അപ്പോൾ അത് ഇവിടെ ഒരു ഇത് കൊടുത്തണ്ട. സിയാച്ചിനൊക്കെ ഈ റൂട്ടാണ് കേട്ടോ പോകണം. സിയാച്ചിനൊക്കെ പോകാമെന്ന് പറഞ്ഞാൽ ഭയങ്കര സീനാണ്. സിയാച്ചിനൊന്നും പോകാൻ പറ്റില്ല. എന്തോ ബേസ് ക്യാമ്പ് വരെ പോകാൻ പറ്റുമെന്ന് തോന്നുന്നു. പക്ഷേ ഭയങ്കര തണുപ്പായിക്കോട്ടെ അവിടെ. പിന്നെ തുർക്ക്, ഉണ്ടർ, കൽസാറ്, അങ്ങനെ ഉണ്ട്. കാർഗിൽ നമ്മൾ തിരിച്ചങ്ങാട്, ലേ അങ്ങാട്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ മുന്നോട്ട് പോകട്ടെ. മിക്കവാറും നുബ്ര എത്തൂല, ഒന്നല്ലെങ്കിൽ കൽസാറ് അല്ലെങ്കിൽ വേറെ എവിടെയും സ്റ്റേ ചെയ്യേണ്ടി വരും. എന്തായാലും നമുക്ക് മാക്സിമം നോക്കാം. കുറച്ച് ഇറക്കമുണ്ടാ, കുറച്ച് റിസ്ക്കാണ്, ശ്വാസത്തിന് കുറച്ച് പ്രശ്നമുണ്ട്. അപ്പോൾ എന്തായാലും പോകണ ഈ കാഴ്ചകൾ കണ്ടിട്ട് പോകട്ടെ. നമ്മളിപ്പോൾ അതേ നുബ്ര പോണ റൂട്ടാണ് അത് ഈ കാണുന്നത്. അതായത് ഈ ഇറക്കം കണ്ടില്ലേ, ഇങ്ങനെ നോക്കിയേ അവിടെ നിന്നൊക്കെ വണ്ടി തന്നെ ഉള്ളത്. ഇങ്ങനെ പോയത് ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ ഭയങ്കര റിസ്ക്കാണ് ഇറക്കം എന്ന് പറഞ്ഞാൽ. കാരണം റോഡ് നോക്കിയാൽ നിങ്ങൾ ഫുള്ളും മറ്റേ മണ്ണ് കാര്യങ്ങളാണ്. ബ്രേക്ക് പിടിച്ച് തന്നെ സ്കിഡാകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ എന്തായാലും സേഫ്റ്റിയോട് നമ്മൾ ഇറങ്ങണം. പിന്നെ അത് കണ്ടില്ല, മണ്ണിരിഞ്ഞ് വീണ്ടുണ്ടല്ലോ പല സ്ഥലങ്ങളിലൊക്കെ. പിന്നെ ഇവിടെ നോക്കാൻ നല്ല ഭംഗിയുണ്ട്. കാരണം ആ മലയൊക്കെ നോക്കിയാൽ നിങ്ങൾ നല്ല കിടിലം മലയുണ്ട്. എനിക്ക് തോന്നുന്നു അത് സിയാച്ചിൻ റൂട്ടാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. കണ്ടിട്ട് എനിക്ക് തോന്നണത് അതാണ്. അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് അങ്ങനെ നമുക്ക് നേരെ പോവാട്ടെ. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകണേണ്. ഇനി എന്തായാലും പോകണം ഈ കാഴ്ചകൾ കാണാം. കാരണം എൻ്റെ ഈ ഹെൽമെറ്റ് മൗണ്ട് സാധനം ഒടിഞ്ഞു പോയി. എങ്ങനെയോ ഹെൽമെറ്റ് താഴെ വീണ് ഒടിഞ്ഞു പോയതാണ്. അപ്പോൾ അത് കാരണം അല്ലെങ്കിൽ പോണ ആ റൂട്ടിൻ്റെ വീഡിയോ എനിക്ക് സത്യം പറഞ്ഞാൽ അതെനിക്ക് മിസ്സായിപ്പോയി. മിസ്സായി പോണ്. കാരണം എനിക്കത് ഷൂട്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണത്. കാരണം നമ്മൾ കണ്ട ബൈക്ക് റൈഡേഴ്സാണ് അടിയിൽ കൂടെ പോകണം. അവരൊരു കോർഡിനേഷനിലാണ് പോകണം. അടിപൊളിയാണ്. എന്തായാലും നമുക്ക് മുന്നോട്ട് പോവാം. നമ്മൾ ഇപ്പോൾ കുറേ ഇറക്കമൊക്കെ ഇങ്ങനെ ഇറങ്ങി വന്നിട്ടാ. അപ്പോൾ ഇനി എനിക്ക് തോന്നുന്നുണ്ട് ഇറങ്ങിയ ഇറക്കമൊക്കെ ഇനി കയറാനൊക്കെ ഉണ്ടെന്ന്. ഇങ്ങനെ കറങ്ങി ഇങ്ങനെ ഹായ്. കാരണം നമുക്ക് ഈ റൈഡേഴ്സിനെ കാണും. ഇപ്പോൾ ഇവർ റെൻറ്റിനടുത്ത് തന്നെയാണെങ്കിലും റൈഡേഴ്സിനെയൊക്കെ നമുക്ക് കാണുമ്പോൾ വല്ലാത്ത സന്തോഷമുണ്ട്. കാരണം അതിപ്പോൾ ഏത് നാട്ടുകാരായിക്കോട്ടെ, കാരണം നമ്മുടെ ഒരു ആഗ്രഹമാണ് ഇതൊക്കെ. അപ്പോൾ ഇത് നിങ്ങളിത് നോക്കിയേ, ഓരോ മലക്കും ഓരോരോ കളറാണ് കേട്ടോ. ഇവിടെ ഒരു കളറ്, ഇവിടെ ഒരു കളറ്, ഇവിടെ ഒരു കളറ്, ഇവിടെ ഒരു കളറ്. പിന്നെ അതേ ഇഷ്ടംമാതിരി റൈഡേഴ്സ് പോകുന്നുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഇങ്ങനെ അടിയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അവിടെ ഒരു ആർമി ക്യാമ്പ് എന്തോ ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് അടിയിലേക്ക് പോകും. കാരണം എനിക്ക് ക്യാമറ ഇങ്ങനെ വെച്ച് ഇങ്ങനെ പോകണമെന്നുണ്ട്. പക്ഷേ ഒറ്റ കൈക്ക് പിടിക്കാൻ പറ്റില്ല. പിന്നെ അതേപോലെ തന്നെ ഹോൾഡ് ചെയ്യുന്ന സാധനം കംപ്ലൈൻ്റ് ആയിപ്പോയി. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു വകുപ്പ് ചെയ്യാറ്. കാരണം അടിപൊളി റൂട്ടാണ്, നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം എന്തായാലും ലൈഫിൽ. സെറ്റാണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് മുന്നോട്ട് പോകാം. ഞാൻ ഇവിടെ വന്ന വഴിക്ക് ഈ സ്ഥലത്തിൻ്റെ പേര് നോർത്ത് പോൾ എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ഫസ്റ്റ് കർത്തുങ്കുല എത്തണതിന് മുമ്പ് അവിടെ നിന്ന് വരുമ്പോൾ ലേന്ന് വരുമ്പോൾ കർത്തുങ്കുല എത്തണതിന് മുമ്പ് സൗത്ത് പോൾ, ഇത് നോർത്ത് പോൾ. അപ്പോൾ ഇവിടെ ഇഷ്ടംമാതിരി ധാബകൾ, കടകൾ, കാര്യങ്ങളൊക്കെ ഉണ്ട്. പോലീസിൻ്റെ ചെക്ക് പോസ്റ്റ്. ഇപ്പുറത്താണ് ഈ BRO സെക്ഷൻ. അതായത് BRO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോർഡർ റോഡ് ഓർഗനൈസേഷൻ. അതായത് ഈ റോഡ്, ബ്രിഡ്ജ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യണം ഇവരാണ്. അപ്പോൾ അവരുടെ ഇതാണ് കേട്ടോ. പിന്നെ ഇവിടെ നിന്ന് കുറച്ച് അങ്ങ് പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഏകദേശം 40 കിലോമീറ്റർ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു ഇനി പോകാൻ, കൽസാർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്. അപ്പം ഇനി അവിടെ പോയി കഴിഞ്ഞാൽ അടുത്ത ഭക്ഷണം കഴിക്കാൻ കാര്യങ്ങൾ നമ്മുടെ സാധനങ്ങൾ ഉണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഇനി അവിടെ ചെന്നിട്ട് കഴിക്കാമല്ലാന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും നമുക്ക് മുന്നോട്ട് പോകട്ടെ. അപ്പോൾ ഇഷ്ടംമാതിരി റൈഡേഴ്സൊക്കെ ഇവിടെ വന്നിട്ട് ഫുഡ് കഴിക്കണ്ടാകുന്ന കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് മുന്നോട്ട് പോവാം. എന്നെ വഴിക്ക് ഇവിടെ ഒരു വില്ലേജ് ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു കർത്തുങ് എന്നാണ് കേട്ടോ ഈ വില്ലേജിൻ്റെ പേരെന്ന് തോന്നുന്നു. കാരണം പിന്നെ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി വന്നു. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി പോയിട്ട് ഇത് അവിടെ ഒരു കയറ്റം ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അറിയില്ല, നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം. പിന്നെ അടിയിൽ കുറച്ച് എനിക്കൊന്ന് കട അങ്ങനെ കുറച്ച് എന്തോ സംഭവങ്ങൾ കാണുന്നുണ്ട്. എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് നേരെ ഇറങ്ങി പോവാം. എന്നിട്ട് നോക്കാം കേട്ടോ. ഈ വില്ലേജിൻ്റെ പേര് എനിക്ക് തോന്നുന്നു കർത്തുങ് എന്നാണെന്ന് തോന്നുന്നു. ഞാൻ മാപ്പിൽ നോക്കിയപ്പോൾ കർത്തുങ് എന്നൊരു വില്ലേജ് കാണിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ നിന്ന് കുറച്ച് അങ്ങാട് മാറണമെന്നാണ് കാണിക്കണം. അറിയില്ല. ഇപ്പോൾ അത് ഒരു ജിപ്സി വരണം കേട്ടോ. പിന്നെ നമുക്ക് എന്തായാലും മുന്നോട്ട് പോകട്ടോ. അവിടെ പിന്നെ നമ്മൾ ഇവിടെ വന്നപ്പോൾ ഒരു കാഴ്ച ഉണ്ട്, ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം. നമ്മൾ നേരത്തെ അവിടെ നിന്ന് വന്ന വഴിക്കണ്ടില്ല, ആ ഒരു വെള്ളച്ചാട്ടം ഉണ്ട് ഈ വന്നത്. ചെറിയൊരു അരുവിയാണ് കേട്ടോ. അപ്പോൾ ഇവരുടെ ടിബറ്റൻ ഫ്ലാഗ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് മന്ത്രങ്ങളുണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, ഈ എഴുത്തൊക്കെ ഫുള്ളും മന്ത്രങ്ങളാണ്. ഇവരുടെ ആ വിശ്വാസപ്രകാരമുള്ള മന്ത്രങ്ങൾ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇവിടെ കുറച്ച് കടകൾ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. പക്ഷെ അത് തുറന്നിട്ടില്ല. പിന്നെ ആ മേലിലേക്കാണ് യാക്കാണ് അല്ലെങ്കിൽ ഇവിടുത്തെ എരുമയാണെന്ന് അറിയില്ല. നല്ല രോമവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ യാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഇതായിട്ടുള്ളതാണ്. പക്ഷേ എനിക്കറിയില്ല, കണ്ടിട്ട് തോന്നല്ല യാക്കാണെന്ന്. അപ്പോൾ നമ്മൾ സൈക്കിൾ ഞാൻ ജസ്റ്റ് അവിടെ വെച്ചു. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞില്ല കർത്തുങ് എന്ന് പറഞ്ഞ ഒരു വില്ലേജ്, അത് ഇതല്ല കേട്ടോ. ഇവിടെ നിന്ന് ഏകദേശം 5 കിലോമീറ്റർ ഉണ്ട് കർത്തുങ് എന്ന് പറഞ്ഞ വില്ലേജ്. ഇത് കാണാൻ അടിപൊളിയാട്ടോ. നല്ല തെളിഞ്ഞ നല്ല തണുത്ത വെള്ളമായിട്ട് ഈ കാണുന്നത്. നേരെ ഒഴിച്ചത് അവിടെ കുറച്ച് ഇതുണ്ട്. എനിക്ക് തോന്നുന്നു യാക്കാണ് തോന്നണേ. ഹായ്. പിന്നെ അത് യാക്കാണ് കേട്ടോ. അത് ചെറിയ യാക്കാണ് കേട്ടോ. അത്
യാക്ക് തന്നെയാണ്. ഞാനിപ്പോൾ ഇവിടെ ചോദിച്ചെങ്കിൽ ഡൗട്ട് ഉണ്ടായിട്ട്. പിന്നെ അവിടേക്ക് ഇഷ്ടംമാതിരി യാക്കുണ്ട് കേട്ടോ, ഭക്ഷണം കഴിക്കണ അവർ മറ്റേ പുല്ല് തിന്നണേ അവിടെയുണ്ട് കുറേ യാക്ക്. അപ്പോൾ ഞാൻ ആകെ യാക്കിനെ ഇതുവരെ നേരിട്ടുണ്ടായിരുന്നു മണാലിയിൽ നമ്മൾ ഹഡിംബ ടെമ്പിൾ പോയല്ല, അതിൻ്റെ അവിടെയാണ് കുറച്ച് പേര് ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കാൻ വെച്ചേക്കണുണ്ട്. ഞാൻ ആദ്യം അവിടെ വെച്ചാണ്ട് കാണണം. അപ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ടിട്ടാ യാക്കാണ് കേട്ടോ അവിടെ ഫുള്ളുള്ളത്. അവിടെയുണ്ട്. എന്നാലും നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് കൽസാറ് നോക്കണേ, കൽസാർ എത്തുമെന്ന് തോന്നുന്നു. കൽസാർ എത്താൻ കുറച്ചുള്ളൂ. ഇനിയിപ്പോൾ ഇറക്കുവാണെങ്കിൽ നമ്മൾ എന്തായാലും ഇന്ന് തന്നെ കൽസാർ എത്തും. ചിലപ്പോൾ ഇന്ന് ക്യാമ്പ് ചെയ്യണം കൽസാറായിരിക്കും, അല്ലെങ്കിൽ നുബ്ര പോകുന്ന റൂട്ടിൽ എവിടെയെങ്കിലും ക്യാമ്പ് ചെയ്യലാന്ന് വെച്ചിരിക്കണം. അപ്പോൾ എന്തായാലും മാക്സിമം നമുക്ക് മുന്നോട്ട് പോകട്ടെ. നമ്മുടെ യാത്ര ഇതിനൊക്കെ യാത്ര ചെയ്യുമ്പോൾ പാട്ടൊക്കെ പാടി ഇങ്ങനെ പയ്യെ യാത്ര ചെയ്യാം. നല്ല സുഖമാണെന്ന് അറിയാമോ. നിങ്ങളൊക്കെ ലൈഫിൽ ഇങ്ങനെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണ്ട. കാരണം ഇത് വല്ലാത്തൊരു മൊമെൻ്റാണ് നിങ്ങൾക്ക്. കാരണം നമ്മളിപ്പോൾ ഇരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ഏരിയയാണ്, ഒറ്റപ്പെട്ട ഒരു സ്ഥലമാണ്. കണ്ടില്ലേ റോഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ചെറിയ റോഡാണ് കേട്ടോ. ഇതാണ് ഹൈവേ ആണിത്, പക്ഷെ ഇതൊരു ചെറിയ റോഡാണ് കേട്ടോ. സെറ്റ് നമ്മളിപ്പോൾ കർത്തുങ് എന്ന് പറഞ്ഞ വില്ലേജിലാണ് എത്തിയേക്കണേ. അപ്പോൾ ഇവിടുത്തെ ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4700 സംതിങ് ആണ് കേട്ടോ ഓൾട്ടിറ്റ്യൂഡ്. ഹൈ ഓൾട്ടിറ്റ്യൂഡാണ്. അതേപോലെ 4000 ഇത്ര ഫീറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഇതാണ് കേട്ടോ വില്ലേജ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിയ വില്ലേജാണ്. ഇപ്പോൾ റേഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഫോണിൽ. ഹായ്. ഇവിടെ കുറച്ച് കടകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഇപ്പോൾ കൽസാർ പോകാൻ വേണ്ടി ഇരിക്കുന്നതായിരുന്നു. അപ്പോൾ ഇപ്പോൾ കർദുങ് എന്ന് പറഞ്ഞ വില്ലേജാണ്. അതായത് ഈ വില്ലേജിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണത് നുബ്ര വാലിയുടെ പാർട്ടാണ്. അതായത് നുബ്ര വാലിയുടെ ഫസ്റ്റ് വില്ലേജാണ് ഈ കർത്തുങ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ അവിടെ നിന്ന് വന്ന വഴിക്ക് കുറച്ച് വില്ലേജ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കർത്തുങ്ല എന്ന് പറയുന്ന ഭാഗത്തിൻ്റെയും ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഞാൻ ഈ പുള്ളിയാണ് എനിക്ക് പറഞ്ഞത്. ഭയ്യ ഹായ്, नाम क्या है आपका? मेरा पसंद 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 ओ ये आपका जगह है ना? റെസ്റ്റോറൻറ്റ് ആപ്ക. അച്ഛാ, ഇത് പുള്ളിയുടെ റെസ്റ്റോറൻ്റ് ആട്ടോ. അപ്പം നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകണമെങ്കിൽ കണ്ടതാണ്. അപ്പോൾ ഒരു പട്ടിയൊക്കെ വന്ന് ഇതാക്കണ്ട്, കടിക്കും അത്. അപ്പോൾ എന്തായാലും ഇവിടുത്തെ പട്ടിയുടെ ഇത് കണ്ടില്ല, രോമം കണ്ടില്ല. കാരണം ഇവർ ഇതുകൊണ്ടാണ് പിടിച്ചിരിക്കണം. പിന്നെ അതേപോലെ തന്നെ ഞാൻ ഭക്ഷണം ഓർഡർ ചെയ്തിട്ടുണ്ട്, കാരണം നല്ല വിശപ്പ് കാര്യങ്ങളുണ്ട്. അപ്പോൾ ആളുടെ അമ്മയാണ് ഭക്ഷണം ഇവിടെ റെസ്റ്റ് സെറ്റ് ചെയ്യണം. അപ്പം ഞാൻ അവരെ ഒന്ന് പരിചയപ്പെടുത്തി തരാൻ പറ്റുമോ നോക്കാം. ഭക്ഷണം ഓർഡർ ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ അത്യാവശ്യം റൈഡേഴ്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്, കാരണം റൈഡിങ് ക്ലബ്ബ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇത് ഇവർ സാധനങ്ങളൊക്കെ എടുക്കണം. ഈ ഒരു കൊട്ടയിലാണ് കേട്ടോ കൊണ്ടുപോകണം. ഇതാട്ടോ ആളുടെ അമ്മ. അപ്പം ഞാൻ ആളെ പരിചയപ്പെടുത്തി തരാൻ പറ്റുമോ നോക്കട്ടെ. ഇത് ഇവർ പറഞ്ഞ ഫുഡ് എല്ലാ ഐറ്റംസും ഇതിൽ. എനിക്ക് വെയിറ്റ് കിतना वेट मतलब ये सामान कैपेसिटी इसका वेट उठा इनका कैपेसिटी कैसे कैपेसिटी कितना 20 kg तक 20 kg तक. ഓ, അപ്പോൾ ഇവർ ഈ സാധനങ്ങളെല്ലാം ഇപ്പം മലമോളിൽ നിന്നാണ് എല്ലാം കൊണ്ടുവരുന്നത്. ഈ സാധനത്തിൽ ഇതാക്കിയിട്ടാണ് കേട്ടോ. പിന്നെ രീതി നോക്കാണ്ട് ഓടിപ്പോണേ. ഓക്കെ. അപ്പോൾ ആളുടെ ചെറിയ റെസ്റ്റോറൻ്റാണ് അത്. നമുക്ക് അകത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി. അപ്പോൾ നമ്മുടെ ഗ്ലൗസ് സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. इधर डालना। हाय, आपका नाम क्या है दीदी? डोलमा। डोलमा। आप डिस्ट्रिक्ट का है ना? हाँ जी। अच्छा, कैसे हो आप? ठीक है। ഓക്കെ. അപ്പോൾ അവർ നമുക്ക് ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ രാജ്മ ഉണ്ട്. പിന്നെ ഇത് ബ്രോക്കോളി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അച്ചാറുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും ഭക്ഷണം കഴിക്കാം കേട്ടോ. താങ്ക് യു. അപ്പോൾ എന്തായാലും ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം. എന്തായാലും ഞാൻ പോകണ വഴിക്ക് വിശേഷങ്ങളൊക്കെ പറയാം കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയേട്ടാ. ഇപ്പോൾ നമ്മൾ നേരെ കൽസർ പോണ റൂട്ടാണ്. ഇതാണ് കേട്ടോ. ഞാൻ അവിടെ നിന്ന് കുറച്ച് കയറ്റുകൊണ്ട് അത് കഴിഞ്ഞ് ഇറക്കുമെന്നാണ് കേട്ടോ പുള്ളി പറഞ്ഞ. ഇപ്പോൾ ഇവർ ഡിസ്കിറ്റിലുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇവർ ഏകദേശം ഒരു മാസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ തിരിച്ച് ഇവരുടെ നാട്ടിൽ പോകട്ടോ. ഇവരിവിടെ ടെൻ്റ് അടിച്ചാണ് താമസിക്കുന്നത്. ഒരു വലിയ ടെൻ്റ് ഉണ്ട്, അതിലാണ് ഇവർ താമസിക്കുന്നത്. ഇവരുടെ കച്ചവടവും കാര്യങ്ങളൊക്കെ ഇവിടെയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ നമ്മുടെ ഓഫ് സീസണും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ച് ഇവർ വരും കേട്ടോ. അപ്പോൾ അപ്പോഴാണ് കൂടുതൽ ആൾക്കാരും മഞ്ഞത്. കാരണം മഞ്ഞായി കഴിഞ്ഞാൽ ഇവിടെ ബ്ലോക്കാണ്. അപ്പോൾ ഇവർക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല, ഇവരുടെ കച്ചവടം നടക്കില്ല. അപ്പോൾ ഇവർ നേരെ നാട്ടിലേക്ക് പോകട്ടെ അങ്ങനെ പറഞ്ഞാൽ. അപ്പോൾ ഏകദേശം ഭക്ഷണത്തിന് 100 രൂപയായി. ശരിക്കും 150 രൂപയാണ് ടൂറിസ്റ്റുകൾക്ക്. ഇവിടുത്തെ ആൾക്കാർക്കാണെങ്കിൽ 120 രൂപ. അപ്പോൾ അവസാനം എന്നെ കണ്ടുകൊണ്ട് എനിക്ക് 100 രൂപ വന്ന്. ഞാൻ സൈക്കിളിൽ തന്നെയാണ് പറഞ്ഞത്. ഇങ്ങനെ കാര്യമൊക്കെ ഇങ്ങനെ അവർ ചോദിച്ച് എന്നോട് എന്താ എങ്ങനെയെന്നൊക്കെ. അപ്പോൾ അങ്ങനെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞാൽ കുഴപ്പമില്ല 100 രൂപ മതി എന്ന് പറയും.
നമ്മൾ നേരെ പോകണേട്ടാ, നേരെ അങ്ങനെ പോകണം. പയ്യെ പോകാൻ പറ്റും. ഹൈ ആൾട്ടിറ്റ്യൂഡാണ്, അപ്പോൾ നമുക്ക് പയ്യെ ബ്രീത്തൊക്കെ എടുത്ത് പയ്യെ പോകാൻ പറ്റുള്ളൂ കേട്ടോ. പറഞ്ഞാൽ വീടും കാര്യങ്ങളൊക്കെ സെറ്റാണ്ട. പിന്നെ മറ്റേ ആ ഒരു ഇതിലെ കറക്കണ ഇതില്ലേ പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, പറഞ്ഞ ആചാരപ്രകാരം ഒരു വിശ്വാസത്തിൻ്റെ ഇതില്ലേ അതുണ്ട് കേട്ടോ അവിടെ. പിന്നെ അവിടെ ഒരു ഇത് കാണാണ്ട്, വീടാണ് അമ്പലമാണെന്നറിയില്ല പറഞ്ഞ, കാരണം ഒരു ടെമ്പിൾ ടൈപ്പാണ് മേളിലിങ്ങനെ കാണുന്നത്. പിന്നെ ഡിസൈനും കാര്യങ്ങളെല്ലാം വീടിൻ്റെ ഏകദേശം ഒരേപോലെയൊക്കെ ഇരിക്കണം. പിന്നെ കണ്ടില്ലേ ഇവിടേക്ക് ഇഷ്ടംമാതിരി വീടുകൾ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അടിപൊളിയാണ് കാണാൻ. ഇപ്പോൾ ഏകദേശം 4700 സംതിങ് ഫീറ്റാണ്. അത് ഹൈ ഓൾട്ടിറ്റ്യൂഡിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ റേഞ്ചും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. എയർടെൽ ഉണ്ട്, ജിയോ ഉണ്ട്, ബാക്കി സിമ്മൊക്കെ ഉണ്ടാകുന്ന എനിക്കറിയില്ല. BSNL എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഇനി ഇവിടെ നിന്ന് ഏകദേശം ഇനി അത്യാവശ്യം ഏകദേശം 20 കിലോമീറ്റർ ഉണ്ട് കൾസർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്. അപ്പോൾ എന്തായാലും പയ്യെ അങ്ങാടേക്ക് മുന്നോട്ട് പോവാം. മിക്കവാറും പറ്റുമെങ്കിൽ ഇന്ന് കൾസറിൽ സ്റ്റേ ചെയ്യാനാണ് എൻ്റെ പ്ലാൻ. അറിയില്ല, എന്തെല്ലാം നമുക്ക് നോക്കാം. പിന്നെ അവിടെ ആ ഒരു മലയിൽ വെയിൽ കാണണ്ടട്ടോ നല്ലത്. ഇപ്പോൾ ഇവിടെ നല്ല തണുപ്പ് തോന്നുന്നുണ്ട്. ഞാൻ ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഇട്ടുണ്ടായിരിക്കണം. പിന്നെ അതേപോലെ തന്നെ നിങ്ങളിവിടെ വരാൻ ഉദ്ദേശിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ മുഖവും എല്ലാം കവർ ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ വല്ല പണി കിട്ടും. ഞാൻ എൻ്റെ മുഖം ഇത് വെച്ചിട്ടാണ് കവർ ചെയ്യണം. പക്ഷേ ഇത് പോരാ, വേറെ സാധനം ഇരിപ്പുണ്ട്. തണുപ്പ് കൂടണമെങ്കിൽ അത് വെച്ച് കവർ ചെയ്യലാന്ന് വെച്ചിങ്ങനെ. ഇവിടെ വന്ന വഴിക്ക് ഒരു ചെറിയൊരു വാള് പോലെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ, ഒരു ഫ്രെയിം വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് വ്യൂ ഓഫ് ഷയോക്ക് റിവർ. നമ്മൾ ഇനി പോണ വഴിക്ക് ഇനി അങ്ങാട് പോണ റൂട്ടിൽ ഒഴുകണ ഫുള്ള് റിവർ ഷയോക്കാണ് കേട്ടോ. അപ്പോൾ അത് അവിടെ അറ്റത്തൊരു ഇത് കാണണ്ട, റിവർ കാണണ്ട. എനിക്ക് തോന്നുന്നു അതാന്ന് തോന്നുന്നുണ്ട് ഷയോക്ക് റിവർ. വീണ്ടും ഒരു നല്ല കിടിലം പണി കിട്ടി ഗൈസ്. അതായത് എൻ്റെ ഈ ബ്രേക്ക് ഒടിഞ്ഞു പോയി വീണ്ടും. നമ്മൾ ഇനി യാത്ര ബ്രേക്ക് ഇല്ലാത്ത യാത്രയായിരിക്കും. ഫ്രണ്ട് ബ്രേക്ക് ഉണ്ട്, ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഇതുവരെ ഒരു കുഴപ്പമില്ല. ഇനി എന്താവുമെന്ന് ഒരു ഐഡിയ ഇല്ല, കാരണം ഇനി പോണ സ്ഥലങ്ങളിൽ എനിക്ക് തോന്നണില്ല സൈക്കിൾ കടകളൊക്കെ ഉണ്ടാവുമെന്ന്. കാരണം അതങ്ങനത്തെ ഒരു സ്ഥലങ്ങളാണ് ഇനി പോണത്. അപ്പം ഇനി ഒരു ബ്രേക്ക് ഇല്ലാണ്ട് നമുക്ക് യാത്ര സ്റ്റാർട്ട് ചെയ്യാട്ടാ. ഉണ്ടായാൽ മതി. അതിനി പോണ സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാവുകയെന്ന് എനിക്കറിയില്ല, കാരണം പിള്ളേരൊക്കെ ഉള്ളതല്ല. അപ്പോൾ സൈക്കിളൊക്കെ ഉണ്ടാവുമായിരിക്കും, നോക്കാൻ എന്തായാലും. കാരണം ഈ ഒരു ഏരിയയിൽ എനിക്ക് എൻ്റെ ഒരു സംശയം വെച്ച് ഉണ്ടാവാൻ ചാൻസ് കുറവാന്ന് തോന്നുന്നത്. നോക്കിയേ ഒടിഞ്ഞു പോയി. കാരണം ഇതൊക്കെ ഇതല്ലേ മറ്റേ ഇതല്ലേ ഈ പ്ലാസ്റ്റിക് അല്ലേ തന്നെ, കാരണമാണ് സാധനം ഒടിഞ്ഞു. ഇതിനൊരു രക്ഷയില്ല. അതിനെന്തായാലും തൽക്കാലം ഫ്രണ്ട് ബ്രേക്ക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം, അല്ലാണ്ട് വേറെ വഴിയില്ല. ഫ്രണ്ട് ബ്രേക്കിനൊരു കുഴപ്പം വരാണ്ട് നോക്കണം കേട്ടോ, അതാണ് ഇനി ഏക ലക്ഷ്യം. ഇപ്പോൾ വന്ന വഴിക്ക് ഒരു ചെറിയൊരു കയറ്റം ഉണ്ടാകുന്ന കേട്ടോ. അത് കഴിഞ്ഞത് ഇപ്പോൾ ഒരു ഇറക്കം വന്നിട്ടുണ്ട്. ആ ഒരു കാറ് പോകണുണ്ട് അറ്റത്ത്. കാരണം ഇത്ര നേരം ഞാൻ ഇവിടെ നിന്നിട്ട് ഇപ്പോൾ പോണതൊരു കാറാണ് കേട്ടോ. വേറെ വണ്ടിയൊക്കെ കുറവാണ് ഈ റൂട്ടിൽ. ഏകദേശം ഇരുട്ടി തുടങ്ങി കേട്ടോ. നിങ്ങൾക്ക് ഈ കാലാവസ്ഥ കണ്ടറിയാൻ പറ്റും. അവിടെയൊക്കെ ആ മലയുടെ മേലിൽ മഞ്ഞൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ കുറച്ച് മലയിലൊക്കെ ഉണ്ട്, കണ്ടില്ലേ? ഈ സ്ഥലം നോക്കിയാൽ ഒരുമാതിരി ഒറ്റപ്പെട്ട സ്ഥലമുണ്ട്. വലിയ തണുപ്പില്ല കേട്ടോ, സത്യം പറഞ്ഞാൽ കഴിഞ്ഞാൽ വലിയ തണുപ്പ് ഫീൽ ചെയ്യണില്ല. ഞാൻ ഉള്ളിൽ തെർമൽസ് ഇട്ടിട്ടുണ്ട്, പക്ഷേ തെർമൽസ് ഇട്ടിട്ട് ചൂടെടുക്കേണ്ട ഉള്ളിൽ. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി കുറച്ചും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല തണുപ്പ് ഉണ്ടാവുമെന്നും അറിയില്ല കേട്ടോ, പറയാൻ പറ്റില്ല. ഇവിടുത്തെ കാലാവസ്ഥയും നമുക്ക് അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓരോ ടൈം വരുമ്പോൾ മാറിക്കൊണ്ടിരിക്കും. അതാണ് ഇവിടുത്തെ കാലാവസ്ഥ. നമ്മളിപ്പോൾ ഉള്ളത് കൽസാർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. അതായത് വന്ന വഴിക്ക് ഏകദേശം കർത്തുങ് മുതൽ ഒരു കർത്തുങ്ങിൽ നിന്ന് ഏകദേശം ഒരു കുറച്ച് കിലോമീറ്റർ മാറി, ഏകദേശം കൽസാര തന്നെ ഒരു 11-12 കിലോമീറ്റർ മുമ്പായിട്ട് നല്ല ഓഫ് റോഡും കാര്യങ്ങളാണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഭയങ്കര ഇറക്കമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇറക്കമാണ്. നമ്മുടെ ബ്രേക്ക് പൊട്ടിപ്പോയി ലെഫ്റ്റ് സൈഡിൽ, അതായത് പുറകിലെ ബ്രേക്ക് പൊട്ടിപ്പോയി. അപ്പം ഞാൻ ഫ്രണ്ട് ബ്രേക്ക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഇറങ്ങി പോകുന്നത്. പിന്നെ നല്ല ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ അമ്പാര ഓഫ് റോഡായിരുന്നു. ഒരു കണക്കിനാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ഏകദേശം നല്ല രീതിയിൽ ഇരുട്ടി കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനവിടെ പെട്ടുപോയി. തണുപ്പ് കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ എനിക്ക് ഭയങ്കര ഇറക്കത്തിൽ എനിക്ക് പറ്റണില്ല. അപ്പോൾ ഞാൻ കുറച്ച് നേരം അവിടെ റെസ്റ്റ് ചെയ്ത് ഇങ്ങനെ കുറേ വണ്ടിയൊക്കെ ഇങ്ങനെ കാത്തു നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ വണ്ടികൾ വന്നു, പക്ഷെ ഒന്നും നിർത്തിയില്ല. അവസാനം കുറച്ച് ബൈക്കേഴ്സ് വന്നു, അതായത് അവർ ഏകദേശം ഹൈദരാബാദ് അതേപോലെ ഡാർജിലിംഗ്. ഞാൻ ഒരു വീഡിയോ ഞാനിപ്പോൾ കൊടുക്കാം കേട്ടോ. ആ വീഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് കാണുക, എന്നിട്ട് ഞാൻ ബാക്കി പറയാം. നമ്മുടെ സൈക്കിൾ ഇവിടെ കംപ്ലൈൻ്റ് ആയിട്ട് കയറി പോയിട്ട്, അപ്പോൾ നമ്മളിപ്പോൾ രാത്രി ഇവിടെ പെട്ടിരിക്കുക. അപ്പോൾ കുറച്ച് നേരം ഹായ് ബ്രോ. ഹായ് യു ആർ ഫ്രം Hyderabad. Name your Shiva. Rohit. आपका नाम? Darjeeling. Your bro.
ഡാർജിലിംഗ്. അപ്പോൾ ഇവര് ഒരു ഗ്രൂപ്പായിട്ട് വന്ന് ഇവരൊരു ഗ്രൂപ്പായിട്ട് വന്നിട്ട് അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ കണ്ടുപിട്ടിയപ്പോൾ ഇവരൊരു ഗ്രൂപ്പായി. യു ആർ നൗ യു ആർ ഗ്രൂപ്പ്. ഓക്കെ, താങ്ക് യു ബ്രോ. താങ്ക് യു. അവർ ശരിക്കും അവർ ഗ്യാങ് അല്ല, അത് സെപ്പറേറ്റ് ആയിട്ട് വന്ന ആൾക്കാരാണ്. അപ്പോൾ എൻ്റെ ഇത് കണ്ടപ്പോൾ അവരവിടെ നിർത്തി സെറ്റ് ചെയ്ത് എന്നോട് അവരെല്ലാം അഴിക്കാനൊക്കെ നോക്കി, എങ്ങനെ എന്നെ ഫിറ്റ് ചെയ്യാനുള്ള സെറ്റപ്പൊക്കെ നോക്കി. ഒന്നും നടപടിയായില്ല. അവരെ കൊണ്ടാവുന്ന മാക്സിമം അവർ ചെയ്തൊക്കെ നോക്കി. അപ്പോൾ കുറേ വണ്ടികളൊക്കെ വന്ന് അവർ കൈ കാണിച്ച് അവസാനം ലോറി വന്ന് അതിൽ കൈ കാണിച്ച് കയറ്റി വിട്ടിട്ടാ ഒരുപാട് സഹായമൊക്കെ ചെയ്ത. കാരണം ബൈക്കേഴ്സ് സത്യം പറഞ്ഞതിനാണ്ടല്ല, ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഒരു വണ്ടി പോലും നിർത്തിയില്ല. ബൈക്കേഴ്സ് അവരാണ് സത്യം പറഞ്ഞതിനാൽ എന്നെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. ഏകദേശം 5 കിലോമീറ്റർ ഉള്ളൂ, പക്ഷേ ഭയങ്കര കുത്തനെയുള്ള ഓഫ് റോഡും കാര്യങ്ങളൊക്കെ ഉണ്ടാ. ഒരു കണക്കിന് രക്ഷപ്പെട്ട അവിടെ നിന്ന് പോകുന്നു. ഇപ്പം ഞാൻ കൾസറിലെത്തിയിട്ടാ. അപ്പോൾ ഇവിടെ ഒരു ധാബയുണ്ട്, ഞാൻ അവിടെ ടെൻ്റ് അടിച്ചേക്കണേട്ടാ. അപ്പോൾ നാളെ ഞാൻ ഇവിടുത്തെ വിശേഷം കാര്യങ്ങൾ കാണിക്കാം. ഇനി പോണ വഴിക്ക് എനിക്ക് തോന്നല്ല എവിടെയും നമുക്ക് ബ്രേക്ക് കാര്യങ്ങൾ നന്നാക്കാൻ പറ്റുമെന്ന്. എന്തായാലും ഇൻഷാല്ലാ നോക്കണം. അല്ലെങ്കിൽ എന്തായാലും നമ്മൾ തിരിച്ച് പോകണില്ല. എന്തായാലും മാക്സിമം നമ്മളെ കൊണ്ട് പോണ സ്ഥലങ്ങൾ നമ്മൾ പോവും, അങ്ങനെ വിചാരിച്ചിരിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ഇട്ട് അടുത്ത ദിവസം വരെ എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ നല്ല വീഡിയോസ് ഇട്ട് ഇനി നമ്മൾ വന്നതാണ്. അപ്പോൾ എല്ലാവരും കൂടുക വീഡിയോസൊക്കെ കാണാം കേട്ടോ.